ഇന്ന് നമുക്കൊരു സിമ്പിൾ ദാൽ കിച്ചടിയുടെ റെസിപ്പി ആയാലോ. അതിന് വേണ്ടി ജീരകം, ഇഞ്ചി, നമ്മുടെ അണിയൻ, പൊട്ടറ്റോ ആൻഡ് ഇത് ഹാഫ് കപ്പ് മൂങ് ദാൽ, ചെറുപയർ പരിപ്പ് ആൻഡ് ഹാഫ് കപ്പ് റൈസ്. രണ്ടും ഒരുമിച്ച് ഞാൻ കഴുകി കുതിർത്ത് വെച്ചത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നെയ്യാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചുതരാം. ഫസ്റ്റ് നമ്മൾ നെയ്യ് ഇടുകയാണ് പ്രഷർ കുക്കറിലേക്ക്. 2 സ്പൂൺ നെയ്യ് ഇട്ടു. അങ്ങനെ നെയ്യിൽ കിടന്ന് നമ്മുടെ ജീരകത്തിൻ്റെ റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്കൊരു ബേ ലീഫ് ഇടാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച് ഹിങ് ഇടാം. എന്നിട്ട് നമുക്ക് സവാള ഇടാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴുകുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല. സവാള വഴങ്ങണ്ട. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് എന്ത് വേണം ഇടാം, വെജിറ്റബിൾസ്. ഞാനിന്നിവിടെ പൊട്ടറ്റോ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ പൊട്ടറ്റോ ഇടാം, കോളിഫ്ലവർ ഇടാം, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ് എല്ലാം ഇടാം. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിടാം ആവശ്യാനുസരണം. നമ്മൾ കുറേ സ്പൈസസോ അങ്ങനെ ഒന്നുമില്ല. അത് വളരെ സിമ്പിളാണ്. ഡ്യൂറിങ് വിൻ്റർ ടൈംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ലേസി ആവുന്ന സമയത്ത് ഇതൊരു കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് മീലാണ്. പ്രോട്ടീൻ, കാർബ്സ് ആൻഡ് ഹെൽത്തി ഫാറ്റുള്ള മീലാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. നോർത്ത് ഇന്ത്യൻ സൈഡിൽ എസ്പെഷ്യലി ദാൽ കിച്ചടി എന്ന് പറയുന്ന ഒരു സ്റ്റേപ്പിളാണ്. വയ്യാതാവുമ്പോഴും നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുന്ന പോലെ വയ്യാതാവുമ്പോൾ ഇവരിതാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ഈ സാധനം കൂടെ ഇടും. കുതിർത്ത് വെച്ച പരിപ്പും അരിയും കൂടെ ഇടാം. ഇത് സിമ്പിളാണ്. ജസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ്. ഡിന്നറായിട്ടും കഴിക്കാം. ടർമറിക് ഇടാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നമ്മൾ യൂഷ്വലി ഒരു 1/2 കപ്പ് മൂങ് ദാലും 1/2 കപ്പ് അരിക്കും കൂടെ ആയിട്ട് 3 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചൊരു വെള്ളമായിട്ട് നമുക്ക് കുറച്ച് വെള്ളം മുകളിലോട്ട് ഇരുന്നാലേ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എസ്പെഷ്യലി ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി ഒന്ന് ലൂസായിട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പം അത്രേ ഉള്ളൂ. വേറെ വലിയ മസാലയോ വേറെ ഒന്നും തന്നെ ഇല്ല. ഇനി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 3 തൊട്ട് 4 വിസിൽ വരെ, കുറച്ചുകൂടെ സൂപ്പി ഇതായിട്ട് വേണമെങ്കിൽ 4 വിസിൽസ്, നന്നായിട്ട് വെന്ത് ഉടയുന്നെങ്കിൽ 4, കുറച്ചൊരു ടെക്സ്ചർ വേണമെങ്കിൽ 3 വിസിൽസ്. ഇതാണ് നമ്മുടെ ദാൽ കിച്ചടി. ഇത് കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെയും തിളച്ച വെള്ളം ആഡ് ചെയ്യുകയാണ്, ഒരു ഓൾമോസ്റ്റ് 1 കപ്പ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും ഒന്നൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ദാൽ കിച്ചടി റെഡി. പച്ചമുളക് യൂസ് ചെയ്യുന്നവർ ആദ്യമേ യൂസ് ചെയ്യണം. അത് പ്രഷർ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഇടണം. ലാസ്റ്റ് മല്ലിച്ചപ്പ് മാത്രം ഇടാം. നമ്മുടെ ദാൽ കിച്ചടി ഇതാണ്. മല്ലി ഇലയെല്ലാം ഇട്ടിട്ട് ആ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻസി കിട്ടിയത്. നമുക്കിത് സെർവ് ചെയ്യാം. ചൂട് ഒഡീഷന്ന് കൊണ്ടുവന്ന അച്ചാറാണ്, എൻ്റെ മദറിലോ കൊണ്ടുവന്ന അച്ചാറാണ് ഇത്. കൊർഡി എന്ന് പറയും, ഈ ബാംബൂ ഷൂട്ടിൻ്റെ ഒരു അച്ചാറാണ്. അപ്പം ഇത് ഇത്രയാണ് എൻ്റെ ഇത്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ഹാവിങ്. ഓക്കെ വാസു, ടേസ്റ്റ് ടെസ്റ്റ് ടൈം. അപ്പം വാസു ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യൂ. അവൻ എപ്പോഴും കഴിക്കുന്ന സാധനമാണ്. കൊച്ചിലെ തൊട്ടേ അവൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. 6 മാസം. താങ്ക് യു. സോ ഫസ്റ്റ് അവന് കഴിച്ചു തുടങ്ങിയ സമയം തൊട്ട് അവൻ കഴിച്ചത് ഇതാണ്. അവൻ ഏറ്റവും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടം യമ്മി കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇതാണ് യൂഷ്വലി. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. പാലക് ലീഫ് ഇട്ടുള്ള വേർഷൻ ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള വേർഷൻ ഉണ്ട്, മില്ലറ്റ് കിച്ചഡീസ് ഉണ്ട്, അതിന് പല വേർഷൻസ് ഉണ്ട്. ദിസ് ഇസ് എ സിമ്പിൾ ബേസിക് റെസിപ്പി. ഇത് നമ്മൾ അച്ചാർ, നമ്മൾ പുളിയിഞ്ചിയൊക്കെ കേരളത്തിൽ കിട്ടുമല്ലോ,
അതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, അതിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഈസി ഡിഷ്. നിങ്ങൾക്ക് ഈ സമ്മറിൽ കിച്ചണിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നിന്ന് കുക്ക് ചെയ്യേണ്ട, ഗ്യാസും സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് റെസിപ്പി ഫോർ ഷുവർ. ഐ എം ഷുവർ ദറ്റ് ലോട്ട് ഓഫ് യു നോ ദിസ്, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇടുകയാണ്. സോ ഇഫ് യു ലൈക്ക് ഇറ്റ്, ഗിവ് ഇറ്റ് എ ബിഗ് തംസ് അപ്പ്. ബൈ. ബൈ.